നീ ഉച്ചമുതലിന് വെള്ളത്തിൽ കിടന്നതല്ലേ, നിന്റെ ദേഹം ഒന്ന് ഐസ് പോലെ തണുത്തിരിക്കും. ചേട്ടന്റെ ശരീരത്തിന് നിന്ന് നല്ല ചൂടായിരിക്കും. പിന്നെ നിനക്ക് ബെൽറ്റ് പാടി കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? വള്ളത്തിൽ വെച്ചിരിക്കേ. അയ്യോ, ഞാൻ എങ്ങോടാ? ഞാൻ ഷാപ്പിലേക്കാ. ആ കല്ലൊന്ന് ശരിയാക്കി എടുത്തു വെക്ക് പിള്ളേ. ഓ, ദാമോദരൻ മുതലാളി വരണേ. ആ വട്ടിയെടുത്ത് മാറ്റിയ പാവം വയസ്സിന്റെ കാലം എന്തിനാ ഓടിക്കണം? അയാളും തട്ടിക്കോട്ടെ. അയാളും തട്ടിക്കോട്ടെ പിള്ളേ. പാവം, അയാളെല്ലാവർക്കും ഒരു ഉപകാരിയാ. കല്ലിൽ തട്ടിക്കൊണ്ട് അതിനൊന്നും വരാനില്ല. നമ്മൾ കാണാത്ത മട്ടിലിരുന്നാ മതി. അയ്യോ, തട്ടിയില്ല. തട്ടിയില്ല. അങ്ങനെ ആരാ മോൻ? മോളവിടെ ഇരുന്നോടി, മോളവിടെ ഇരുന്നോ. എടാ പോയി 2 ചായ എടുക്ക്. ഞാൻ പോട്ടെ. മോളവിടെ ഇരിക്കടി. ഇരുന്ന അവിടെ ഇരിക്ക, അവിടെ ഇരിക്ക. ചായ ഒന്ന് പോരെ? ഒന്ന് ഇവൾക്ക്. എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചതാ. ഒരു ചായ കൂടെ ഒക്കെ കുടിക്കാം, ചെറുപ്രായമല്ലേ. എടാ ചല്ല. എന്തൊരു തണുപ്പ്. നല്ല മാർത്തമുണ്ടല്ലോ. നോക്കട്ടെ നോക്കട്ടെ. നീ ഭാഗ്യമുള്ളവളാണല്ലോടി മോളെ. കൈ നോക്കാൻ മുതലാളിക്ക് കണ്ണ് കാണാമോ? വെള്ളയിട്ട് മാറി തെളിഞ്ഞതാക്കി വരാമാ. എന്തൊരു തണുപ്പാണ് മോളെ നിന്റെ കൈക്ക്. വെള്ളത്തിൽ കിടന്ന് കക്ക വരുന്നല്ലേ ജോലി മുതലാളി. ഇനി ഒന്ന്. നിനക്ക് എത്ര വയസ്സായി മോളെ? 17. എനിക്ക് 71. വേഗം കൊണ്ടാടോ. എനിക്ക് വേണ്ട. എന്റെ ഒരു ചായ കുടിക്കുന്നതുകൊണ്ട് തെറ്റില്ല പെണ്ണെ. എനിക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കാൻ ഭാര്യ മക്കളെ മറ്റോ ഉണ്ടോ? ഒരു ചായ എങ്കിലും നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചു തരണ്ടേ? ഒരു ചായയും കൂടെ കൊണ്ടുപോവാ ശിവരാമ. നോക്കട്ടെ 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 നോക്കട്ടെ. നിന്റെ കല്യാണം ഈടെ നടക്കുമല്ലോ. നടക്കും. അത് കൈ നോക്കാതെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ. സന്താനയോഗവും ഉണ്ട്. ഉണ്ട്. ഏതുകൊണ്ട് ബാക്കിയുള്ളവളാണ് തങ്കമ്മ. പിന്നെ സംശയമുണ്ടോ? ശിവരാമൻ എപ്പോഴെങ്കിലും ഇവളെ കൈ നോക്കിയിട്ടുണ്ടോ? കൈ നോക്കാതെ തന്നെ അറിയാമല്ലോ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുമെന്നും. അതുകൊണ്ട് തന്നെ അവൾ ഭാഗ്യവതിയാണെന്ന് നോക്ക്. എന്നാ കഴിക്ക എന്നാ കഴിച്ചു. പഞ്ചാരയില്ലേ ശിവരാമ? പഞ്ചാര. ശിവരാമ, ഞാൻ ഇറങ്ങുക. അല്ലെങ്കിൽ നീ തുടച്ച് എന്നെ കൂടെ വെളിയിലാക്കും. എന്നാ കാശെത്തും. അവളൊരു തമാശ കേട്ടിരിക്കുന്നു. തമാശ കേട്ടിട്ടല്ല,
ആ വയസ്സൻ എന്റെ കൈക്ക് പിടിച്ചപ്പോഴത്തെ ചേട്ടന്റെ പാവവും ക്ലാസ് ഇടിച്ചു വയ്ക്കലും ഒക്കെ കണ്ടിട്ട് ചിരിച്ചു പോയതാ. പെണ്ണെ, വയസ്സനായാലും മരിച്ചവനായാലും നിന്നോട് ആരെങ്കിലും കിണ്ണാരം പറയുന്നത് എനിക്കിഷ്ടമല്ല. എന്നാരെ കൊണ്ടും പറയിക്കണ്ട, ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞു. നിലാവ് കാൽ മീൻ കിട്ടിയില്ലടാ മോനെ. ഇത് മതി അച്ഛാ, നന്നായിരിക്കും. പത്തായിരിക്കും. നീ ഇതുവരെ പോയില്ലടാ. ഒരു പാക്കറ്റ് സിഗരറ്റ് താ. മുതലാളി വൈകിട്ടത്തെ നടത്തത്തേക്ക് ഇറങ്ങിയതായിരിക്കും. ആ, മത്തായിക്ക് ഇപ്പൊ എന്താ ജോലി? ഞാനിപ്പോ വള്ളത്തിലാണ് ജോലി. വീടിതാ, ഞാൻ പോട്ടെ. പൊയ്ക്കോ പൊയ്ക്കോ. ഞങ്ങൾ തമ്മിൽ പറയാറുണ്ട് മുതലാളിയുടെ സന്മനത്തിനെ പറ്റി. ഞങ്ങൾ അതേ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഒരു കൊച്ചു കുട്ടി വന്നിരിക്കുന്നു പഴം തിന്നാൻ. നന്മ ചെയ്യുന്നവർക്ക് എതിരാണ് അനുഭവം. കർമ്മം ചെയ്യണമെന്നല്ലാതെ ഫലം ആശിക്കരുത് പൗലൂസേ. അല്ല, ഇത്രയും സ്വത്തും മുതലും സമ്പാദിച്ച് ആളുകൾക്ക് ഉപകാരവും ചെയ്യുന്ന മുതലാളിക്ക് അന്തിക്കൂട്ടിന് പോലും ഒരാളില്ലല്ലോ മുതലാളി. കുട്ടികളില്ലാത്ത എത്രയോ പേരുണ്ട്. സ്വത്തുക്കൾക്ക് ഒരു അവകാശം ഉണ്ടാകാൻ വേണ്ടിയെങ്കിലും ഭാര്യ മരിച്ചപ്പോൾ ഒരു കല്യാണം കഴിക്കേണ്ടതായിരുന്നു. അന്നത് തോന്നിയില്ല. ഇനിയായാലും മതിയല്ലോ വയസ്സുകാലത്തൊരു തുണയ്ക്ക്. ആളുകൾ പരിഹസിക്കില്ലടോ. ആളുകൾ അങ്ങനെയൊന്നും പരിഹസിക്കില്ല മുതലാളി. എന്നാലും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എന്റെ കൂടെ ഭാര്യയായി പൊറുക്കാൻ ആര് വരുന്നടോ? ഇത്രയും മുതലുള്ള നാമോദാളിയുടെ ഭാര്യയാകാൻ 100 പേര് കാണും. ആ, ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാ മതി. എടാ പുരുഷു വാ. നീ ഇതുവരെ എവിടെയായിരുന്നടി? കായലിൽ നിന്ന് കയറാൻ കുറെ വൈകി. ആഹാ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ജാനകി കടയിൽ പോയി സാമാനം വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോയല്ലോടി. ഞാനേ ഒരു ചായ കുടിക്കാൻ കയറിയതാ. ദേ, ഏക്കും ചൊല്ലുമില്ലാണ്ട് നടന്നാലുണ്ടല്ലോ. ഞാൻ ഒന്നും പറയുന്നില്ല. നല്ല ഒന്നാന്തരം മീന, സഹായ വിലക്ക് തരാം. നീ ഇവിടെ നിരിക്കുന്നുണ്ടോ? അത്താഴത്തിനുള്ള വക വാങ്ങണം. എന്നാ എളുപ്പം എണ്ണീറ്റ് പോകാൻ വേണ്ടി അമാന്ത വിലക്ക് വാരി കൊടുത്തേക്കരുത് കേട്ടോ. ഞാനിങ്ങോട്ട് വന്നപ്പോഴേ തലചാടി പറിക്കാൻ പോയാണല്ലോ. എന്തായാലും ഇരിക്കുന്നേ? ഇത് നല്ല കഷണം തിന്നു മോനെ. ഇങ്ങനെ അച്ഛനെ കൊണ്ട് അരിവെപ്പിച്ച് എത്ര കാലം നീ തിന്നുകൂടാ? അച്ഛൻ വല്ല പിള്ളേരെ ആരെങ്കിലും വിളിച്ചു നിർത്ത്. ആ, അങ്ങനെ അരിവെപ്പാരെ കൊണ്ട് വെപ്പിച്ചുകൊണ്ടുപോകാനുള്ള സ്ഥിതിയൊന്നും നമുക്കില്ലടാ മോനെ. നിനക്കൊരു പെണ്ണിനെ എവിടുന്നെങ്കിലും കൊണ്ടുവരാൻ നോക്കുമോ? ആ, വരട്ടെ 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 എന്ന് പറഞ്ഞ് നീ ഇരുന്ന് മൂത്ത് നരയ്ക്കും. ഞാനിങ്ങനെ അടുപ്പിലെ തീയും ഊതി അവസാനിക്കും. നിന്റെ ഒരു കുഞ്ഞിനെ കാണണമെന്നാടായി എന്റെ ആഗ്രഹം. അതിന് എനിക്ക് അത്രയ്ക്ക് വയസ്സൊന്നും ആയില്ലല്ലോ അച്ഛൻ. നിന്റെ പാട്. മോനെ, നീ മുറിക്കകത്ത് കിടന്നോ. അച്ഛൻ കടക്കകത്ത് ബെഞ്ചി കിടന്നോളാം. ചരക്കുണ്ട് അച്ഛ, വള്ളത്തിൽ ചരക്കുണ്ട്. ഒരു ദിവസമെങ്കിലും പുരേ കിടന്ന് ഉറങ്ങണ ചെറുക്ക. അയ്യോ, വള്ളത്തിൽ ആരെങ്കിലും കയറി മോഷ്ടിക്കും. അച്ഛൻ കിടന്നോ. ഇരുളുലകിന്നും ഏകനാഥ കൃഷ്ണ
മഞ്ഞബാല കൃഷ്ണ ഉണ്ണിഗോപാലക കമലനേത്ര കൃഷ്ണ ഉള്ളിനെ അഞ്ജന ശ്രീധര ചാരുമൂർത്തേൻ കൃഷ്ണ അഞ്ജലി കൂപ്പിവ നങ്ങിടുന്നേൻ കൃഷ്ണ ആനന്ദലങ്കര വാസുദേവ കൃഷ്ണ ആതങ്കമെല്ലാം കെട്ടിടനേൻ കൃഷ്ണ. എടി എന്റെ പുറത്ത് ഏതാണ്ട് വീണല്ലോടി. അമ്മ ഇത് പെരയുടെ മുകളിൽ വീണതായിരിക്കും. അമ്മ വേഗം ഒരുങ്ങ്, ഡാൻസ് ഇപ്പം തുടങ്ങും. എന്റെ നേരത് ഇവിടെ കിടന്നിട്ട് കണ്ടില്ലല്ലോ. അടുക്കള കാണും. കല്ല് അമ്മയുടെ പുറത്താണ് വീണത്. സാരമില്ല. അമ്മ ഡാൻസ് കാണാൻ പോകാൻ ഒരുങ്ങയാണ്. ഞാനും പോകുന്നു. അവിടെ വന്നാ മതി. അമ്മ കാണാതെ ഞാൻ എണീറ്റ് വരാം. പോ, പൊയ്ക്കോ, പോ. നടി